അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ കണ്ടിരുന്നു കേട്ടോ. നമ്മുടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും സ്വദഖകളും എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പിഞ്ചു പൈതങ്ങളടക്കമുള്ള പലരും പട്ടിണി കാരണത്താൽ ലോകത്ത് മരിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത്. ഒരാൾക്ക് ബാധിക്കുന്ന പരീക്ഷണങ്ങളിലെ വലിയ ഒരു പരീക്ഷണമാണ് പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം എന്നുള്ളത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അതിൽ രണ്ടാമതായി പറഞ്ഞത് വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മൾ പലപ്പോഴും വിശപ്പെന്താണെന്നറിയൽ റമദാനിൻ്റെ ആ പകലുകളിൽ മാത്രമാണെങ്കിൽ, നോമ്പ് തുറന്നാലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ട്. ആ ഒരു ബോധത്തോടു കൂടിയാകണം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞു, അല്ലദീ അത്അമഹും മിൻ ജൂ'. അവർക്ക് വിശപ്പിന് ഭക്ഷണം നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിനൊക്കെ അല്ലാഹുവിൻ്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു രാത്രിയിൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. നബി ചോദിച്ചു, അല്ല അബൂബക്കർ, താങ്കൾ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് വിശപ്പാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രാത്രി ഞാൻ പുറത്തിറങ്ങിയത്. അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അദ്ദേഹവും വിശപ്പ് കാരണത്താൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ മൂന്ന് പേരും ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി.
അവിടെ എത്തിയപ്പോൾ ആ സഹാബി എവിടെയില്ല, അദ്ദേഹം തൻ്റെ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് പോയതാണ്. ഭാര്യ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് തോട്ടത്തിൽ പോയി സഹാബിയെ വിളിച്ചു കൊണ്ടുവന്നു. 3 വിശിഷ്ടരായ അതിഥികളെ കണ്ടപ്പോൾ ആ അൻസാരി സന്തോഷിച്ചു. ലോകത്തെ ഏറ്റവും നല്ല വിരുന്നുകാരെ ലഭിച്ച ഭാഗ്യവാനാണ് ഞാനെന്ന് അയാൾ പറഞ്ഞു. അയാൾ വേഗം തൻ്റെ തോട്ടത്തിൽ പോയി നല്ല നനവുള്ള രൂപത്തിലുള്ള പഴുത്ത് പാകമായ ഈത്തപ്പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്നു. അവിടെയുള്ള ഒരു ആട്ടിനെ അറുക്കുകയും ചെയ്തു. നല്ല തണുത്ത വെള്ളം ഇവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അതിങ്ങനെ തിന്നുമ്പോൾ, ആ വെള്ളം കുടിക്കുമ്പോൾ നബി പറഞ്ഞു അവരോട്, അൽ മാ ഉൽ ബാരിദ്, നല്ല തണുപ്പുള്ള വെള്ളമാണ് അല്ലേ. ദാഹിച്ച അവശനായ ഒരാൾക്ക് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായിരിക്കും. വറുത്തുബുൻ തയ്യിബ്, നല്ല പരിശുദ്ധമായ വിശിഷ്ടമായ ഈത്തപ്പഴങ്ങളാണ് നിങ്ങൾ തിന്നുന്നത്. വല്ലാഹി വല്ലാഹി വ അൻതും മസ്ഊലൂന ഫി യൗമിൽ ഖിയാമ, അള്ളാഹു തന്നെയാണ് സത്യം, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആയത്തോതി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലേ, പരലോകത്ത് വെച്ച് നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഒരിക്കലൊരു പണ്ഡിതനോട് ഒരു കുട്ടി ഫത്വ ചോദിക്കുകയാണ്, അല്ലയോ ഷെയ്ഖേ, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല, അപ്പോൾ 2 നോമ്പുകൾ ഒരുമിച്ച് ഞങ്ങൾക്ക് നോൽക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. ഈ പണ്ഡിതൻ ഈ ചോദ്യത്തിനുള്ള മറുപടി പറയുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം അവിടെ വെച്ച് കരയുകയാണ് ചെയ്തത്. നമ്മളൊക്കെ എത്രയാണ് റമദാനിനും അല്ലാത്ത സമയത്തുമൊക്കെ വേസ്റ്റ് ആക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കുറേ തിന്നണം എന്നൊക്കെ തോന്നും, കുറേ ഉണ്ടാക്കും, ഇതൊക്കെ ബാക്കിയാക്കുന്ന അവസ്ഥ. ആ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിഹിതം അയൽവാസിക്കും മറ്റും കൊടുത്താൽ അവർക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി. ഇത് കുറേ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസത്തെ പകലേതായാലും നമുക്ക് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ എത്ര വേസ്റ്റാക്കി കളയുന്നു എന്ന് ഗൗരവമായി നമ്മൾ തിരിച്ചറിയണം. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്ന ആളുകൾ, അമിതവ്യയം ചെയ്യുന്ന ആളുകൾ ശൈത്താൻ്റെ സഹോദരന്മാരാകുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമ്പത്ത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്, ആരോഗ്യം അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ വലിയ അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ, ഒന്ന്, ഭക്ഷണം കഴിക്കാതെ നമുക്ക് നൽകി. 2, ഹലാലായ ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകി, ത്വയ്യിബായത് നമുക്ക് നൽകി. അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകി. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ, സ്വന്തമായിട്ടൊരു പക്ഷെ അയാൾക്കൊരു ഷുഗർ ഫാക്ടറി തന്നെ ഉണ്ടാവും, പക്ഷേ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ പോലും അയാൾക്ക് പഞ്ചസാരയിൽ ഇടാൻ പറ്റൂല അല്ലേ. ആയിരക്കണക്കിന് ആളുകൾക്ക് വെച്ചു വിളമ്പാനുള്ള ഭക്ഷണം ഡെയിലി കൊടുത്തയക്കാനുള്ള പൈസ ഒരാൾക്കൊരു പക്ഷെ ഉണ്ടാവും, പക്ഷേ ഒരു മുറുക്ക് വെള്ളം പോലും മര്യാദക്ക് കുടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗങ്ങളുള്ള ആളുകളുണ്ടാവും. ഇപ്പം ഭക്ഷണം ഒരു അനുഗ്രഹമാണ്, ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പല രോഗികൾക്കും ശീല നനച്ചിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കുക അല്ലേ. ചിലർക്ക് ഇവിടെയൊക്കെ പൈപ്പിട്ടിട്ട് കഴുത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്നുള്ളൊരു അനുഗ്രഹമാണ്. ആ ഭക്ഷണം ദഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. വെള്ളം കുടിക്കാൻ കഴിയുക എന്നുള്ളത്, ചില രോഗികളോട് ഡോക്ടർമാർ പറയും അധികം വെള്ളം ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. ഒരു രോഗിയെ പറ്റി കേട്ടിട്ടുണ്ട്, അയാളോട് ഡോക്ടർമാർ പറഞ്ഞു വെള്ളം അധികം കുടിക്കരുത്. വീട്ടുകാരെന്ത് ചെയ്യില്ല, വെള്ളം കൊടുക്കൂല, വളരെ കുറച്ച് എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം കുളിക്കണ സമയത്ത് എന്ത് ചെയ്യാണ്, ആരും കാണാതെ വെള്ളം കുടിച്ചു, പിന്നെ അയാൾ മരണപ്പെട്ടു. അപ്പം അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, ഭക്ഷണം, ഇതൊക്കെ വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. ഈ ഭക്ഷണം ലഭിച്ച നമ്മൾ എങ്ങനെയാണ് റബ്ബിനോട് നന്ദി കാണിക്കുക? ഒന്ന് ബിസ്മില്ല എന്ന് ചൊല്ലുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന നിർവഹിക്കുക. പിന്നെ ഈ ഭക്ഷണം മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, പങ്കുവെക്കുക.
സാധുക്കൾക്ക് നമ്മൾ ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അള്ളാഹ്ക്ക് നമ്മുടെ ഭക്ഷണം വേണ്ട. അള്ളാഹ് പറയാണ്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യരോ ജിന്നുകളോ എനിക്ക് ഭക്ഷണം നൽകണമെന്നോ എനിക്ക് റിസ്ഖ് നൽകണമെന്നോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹ്ക്ക് നമ്മുടെ ഭക്ഷണം തേണ്ട. ഇപ്പോൾ ബലിയറുക്കുന്നതുമായി വന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താണ്? അള്ളാഹ്ക്ക് ആ ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ വേണ്ടതില്ല. അള്ളാഹ് സ്വീകരിക്കൽ എന്താണ്? നിങ്ങളുടെ തഖ്വയാണ്. പിന്നെ ബലി ആർക്കാണ്? അത് പാവപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും നിങ്ങൾ എന്ത് ചെയ്യത് കൊടുക്കുക. പണക്കാരാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക, പാവപ്പെട്ടവർക്കാണെങ്കിൽ സ്വതക്കയായിട്ട് നൽകുക, ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക. ആ ഭക്ഷണം ആർക്ക് വേണ്ട? ആ ഇറച്ചി അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇങ്ങനെ ചില ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പല നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, നിവേദ്യങ്ങൾക്ക് സമർപ്പിച്ച് അതിങ്ങനെ കേടന്ന് പോണ പോലെ അങ്ങനെ പോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് എന്താ വേണ്ടത്? ഇബാദത്താണ്. അള്ളാഹ്ക്ക് എന്ത് വേണ്ട? ഭക്ഷണം വേണ്ടതില്ല. വഹുവ യുത്ഇമു വലാ യുത്അം. അവൻ ഭക്ഷണം നൽകുന്നവനാണ്, അവന് ഭക്ഷണം ആവശ്യമില്ല. സൂറത്തുൽ അൻആമിൻ്റെ 14-ാമത്തെ ആയത്താണ്. എന്നാൽ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ. ഉന്നതനും മഹാനുമായ അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കും, യാ ഇബ്ന ആദം, അല്ലയോ മനുഷ്യ, മരിൽതു ഫലം തഅദുനി, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന് പറയും. മനുഷ്യൻ പറയും, ഖാല യാ റബ്ബ് കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, നിനക്കെങ്ങനെ രോഗമാകും? ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? നീ റബ്ബുൽ ആലമീനല്ലേ. അപ്പം അല്ലാഹ് പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു. നീ അറിഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു ദാസൻ രോഗിയായത്, നീ അവനെ സന്ദർശിച്ചിട്ടില്ല. അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദഹു. നീ അവനെ സന്ദർശിക്കുമായിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അള്ളാഹിൻ്റെ ഒരു ദാസൻ രോഗിയായാൽ അവനെ സന്ദർശിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ് എന്നാണ്. മാത്രവുമല്ല അല്ലാഹു തആല വീണ്ടും ചോദിക്കും, യാ ഇബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇസ്തതഅംതുക, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു, ഫലം തുത്ഇമിനി, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ലല്ലോ. ഖാല യാ റബ്ബ് വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, ഞാൻ നിനക്ക് എങ്ങനെ ഭക്ഷണം നൽകും? നീ റബ്ബുൽ ആലമീനല്ലേ. അപ്പം അല്ലാഹ് പറയും, അമാ അലിംത, നീ അറിഞ്ഞിരുന്നുവല്ലോ, അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാനം ഫലം തുത്ഇമുഹു. അല്ലെ, പല ആളുകൾക്കും ഭക്ഷണം ആവശ്യമായിട്ടുണ്ടായിരുന്നല്ലോ, പല ആളുകൾ നിന്നോട് ഭക്ഷണം ചോദിച്ചിരുന്നല്ലോ, നീ അവന് നൽകിയില്ലല്ലോ. അമാ അലിംത അന്നക ലൗ അതഅംതഹു ലവജദത ദാലിക ഇൻദി. അല്ലേ, നീ അയാൾക്ക് ഭക്ഷണം നൽകുമായിരുന്നെങ്കിൽ എൻ്റെ അടുക്കൽ അത് കാണാമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു പറയും, എനിക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു, നിന്നോട് ഞാൻ വെള്ളം ആവശ്യപ്പെട്ടു, നീ എനിക്ക് നൽകിയില്ല. അപ്പോഴും ഈ അടിമ പറയും, അള്ളാഹുവേ, നിനക്കെങ്ങനെ വെള്ളം നൽകാൻ കഴിയും? നിനക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, നീ റബ്ബുൽ ആലമീനല്ലേ എന്ന രൂപത്തിൽ പറയും. അപ്പം അള്ളാഹ് പറയും, എൻ്റെ അടിമ വെള്ളം ആവശ്യമുള്ളവനായിരുന്നു, നീ അവന് വെള്ളം നൽകിയില്ല. നീ വെള്ളം നൽകുമായിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ്. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ ഭക്ഷണം നൽകാതിരിക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ അദാബ് ഇറങ്ങാനുള്ള കാരണമാണ്. സാധുക്കൾക്ക് നമ്മൾ ഭക്ഷണം നൽകാതിരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് ഇറങ്ങാനുള്ള കാരണമാണ്. ഇൻഷാ അല്ലാഹ് കൊണ്ടുവരാം. ഇപ്പോൾ സഹാബത്തൊക്കെ ഈ വിഷയത്തിൽ വല്ലാതെ ശ്രദ്ധ ചെലുത്തിയ ആൾക്കാരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് നോമ്പുണ്ട്. റമളാനിലല്ല കേട്ടോ, റമളാനിലെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്?
ഫമൻ തബിഅ മിൻകുമുൽ ജനാസ, നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. മൂന്നാമതായി നബി ചോദിക്കുന്നു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു മിസ്കീനിന് ഭക്ഷണം നൽകിയത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനൊരു മിസ്കീനിന് ഭക്ഷണം നൽകിയിട്ടുണ്ട്. വീണ്ടും ചോദിക്കുന്നു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട് നബിയെ. അപ്പം നബി പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങളിൽ ആരിലെങ്കിലും സമ്മേളിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. കണ്ടോ, നബിൻ്റെ സദസ്സിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ നോമ്പുണ്ട്, രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്, മിസ്കീനിന് ഭക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. മിസ്കീന് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വന്നു. അതാ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിൻ്റെ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വന്നു. ഫഖാല യാ റസൂലല്ലാഹ് അസാബനിയൽ ജഹദ്, നബിയെ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, എനിക്ക് ഭക്ഷണമൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, വല്ലതും തരണം എന്നാണ് പറഞ്ഞത്. ഫഅർസല ഇലാ നിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഓരോ ഭാര്യമാരുടെ അടുക്കലേക്കും ആളെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഓരോ അറകളാണ് ഉണ്ടായിരുന്നത് അല്ലേ, അതിനെപ്പറ്റിയാണ് ഹുജറാത്ത് എന്ന് പറയാം. മദീന പള്ളിയുടെ അടുക്കലാണെന്ത്, ഭാര്യ വീടല്ല, പിന്നെ ഓരോ ഭാര്യമാർക്കും നബി ഉണ്ടാക്കി കൊടുത്ത ഓരോ അറകൾ. ഈ വീട്ടിലേക്കൊക്കെ നബി എന്ത് ചെയ്തു, ആളെ പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞേക്കണ അറിയോ? വല്ലതും അവിടെ കൊടുക്കാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഫലം യജിദ് ഇൻദഹുന്ന ഷൈആ, അവിടെ ഒന്നും എന്തില്ല, യാതൊന്നുമില്ല. ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ആരും കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ചിന്തിക്കുക അല്ലേ. നബി എന്താ ചിന്തിച്ചത്? എല്ലാ വീട്ടിലും അന്വേഷിച്ചു, നബിൻ്റെ എല്ലാ വീടുകളിലും അന്വേഷിച്ചു, അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നബി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നബി പറയാണ്, അലാ റജുലുൻ യുളയ്യിഫുഹു ഹാദിഹിൽ ലൈലത യർഹമുഹുല്ലാഹ്, ഇയാൾക്ക് ഇന്ന് ആരാണ് ആതിഥ്യമൊരുക്കുക, അള്ളാഹ് അയാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് ഇയാളെന്ന് ഭക്ഷണത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോവുക? ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരിയായ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നു. ഫഖാല അന യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ കൊണ്ടുപോവാം. ഇവിടെ വലിയ പൈസക്കാരനായ സഹാബിയൊന്നുമല്ല, ഒരു പാവപ്പെട്ട ആളാണ്. നബിയെ ഞാൻ എന്ത് ചെയ്തോളാം, കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഫദഹബ ഇലാ അഹ്ലിഹി, അങ്ങനെ ഈ അതിഥിയെയും കൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് പോവുകയാണ്. ഫഖാല ലിംറഅതിഹി, ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, ളൈഫ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖിരിഹി ഷൈഅൻ, നബിൻ്റെ ഒരു അതിഥി വന്നിട്ടുണ്ട്, നമുക്ക് അയാൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യണം, കൊടുക്കണം. അയാൾക്കൊന്നും കൊടുക്കാതെ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റൂല. ഭാര്യ പറഞ്ഞു, ഖാലത് വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, മാ ഇന്ദി ഇല്ലാ ഖൂതു സ്വബിയ്യ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ല. ആകെ കുറച്ച് ഫുഡ് ഉണ്ട്, അത് ആർക്കുള്ളതാണ്, നമ്മുടെ കുട്ടികൾക്കുള്ള ഫുഡാണ്. അപ്പം അയാൾ പറഞ്ഞു, ഫഇദാ അറാദ സ്വബിയ്യത്തുൽ അശാ ഫനവ്വിമീഹിം, ആ കുട്ടികൾക്ക് അവർ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോഴേക്ക് നീ അവരെന്ത് ചെയ്യണം, ഉറക്കണം. ഉറങ്ങിയാൽ പിന്നെ ഉടനെ വരെന്ത് വേണ്ടല്ലോ, ഭക്ഷണം വേണ്ടല്ലോ, അതുകൊണ്ട് നീ മക്കളെ ഉറക്കണം. എന്നിട്ട് എന്നിട്ട്
അതിനിടയിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ല ഒരു പ്ലേറ്റിൽ നിന്നാളോ ഭക്ഷണം കഴിക്കും തളികയെന്ന്, നീ എന്ത് ചെയ്യണം, അറിയാതെ എന്ത് ചെയ്യണം, വിളക്കൊന്ന് അണക്കണം. അങ്ങനെ എന്താ സംഭവിച്ചതെന്നറിയോ, പിന്നീട് അതിഥിയുടെ മുമ്പിൽ അതിഥിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിച്ച് എന്ത് ചെയ്യാണ്, അതിഥിയെ ഭക്ഷണം തീറ്റിക്കുകയാണ് ഈ സ്വഹാബി ചെയ്യുന്നത്. ഈ സംഭവത്തെ സംബന്ധിച്ച് റസൂല് പറയാണ്, ലഖദ് അജിബല്ലാഹു അസ്സ വജല്ല, അല്ലാഹുക്ക് സന്തോഷമുണ്ടാക്കി, ഔ ദഹിക മിൻ ഫുലാനിൻ വ ഫുലാന, ഈ സ്ത്രീയുടെയും ഈ പുരുഷൻ്റെയും അതായത് ഈ ദമ്പതികളുടെ കാര്യം ആലോചിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചു. അല്ലാഹു തആല ആയത്തിറക്കി, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വദേഹങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിട്ടും സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുന്നു എന്ന ആയത്ത്, സൂറത്തുൽ ഹശ്റിൻ്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇങ്ങനെയാണ് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ തിന്നു കഴിഞ്ഞു, പിന്നെ തറാവി കഴിഞ്ഞിട്ട് പിന്നെയും കഴിച്ചു, ഒരു നിലക്കും ഇനി ഉള്ളിലേക്ക് ഭക്ഷണം എത്തൂല എന്ന് ഉറപ്പായി, ഇനി എന്തായാലും ഇപ്പോൾ അയൽവാസി കൊടുക്കാമല്ലോ എന്ന് കരുതി തണുത്ത ആ ഫുഡ് കൊണ്ടുപോയി കൊടുക്കണതല്ല എന്ത് ചെയ്യേണ്ടത്. മറിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. കുറച്ചുള്ളെങ്കിൽ ഉള്ളിന്ന് എന്ത് ചെയ്യുക, കൊടുക്കുക. നബി പറയാം, നീ കറി ഉണ്ടാക്കിയാൽ കറി കുറച്ചാന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കണ്ട, പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടെങ്കിലും എന്ത് ചെയ്യണോ, 2 സമൂസനൊക്കെ കൊടുത്താൽ അതിനുള്ള കൂലി കിട്ടും. മനസ്സിലായോ? തീരെ കൊടുക്കാതിരിക്കാണ് നല്ലതാണെന്ത്, അത് ഭക്ഷണമാണെങ്കിലും പൈസ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. കുറേ ആൾക്കാർ 500, 1000 ഒക്കെ ഇടുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ ഒരു 10 ഉറുപ്പ്യ എന്താ, അങ്ങനല്ല. നമ്മൾ കൊടുത്താൽ എത്ര ആണെങ്കിലും അല്ലാഹു എന്ത് ചെയ്യും, ഉണ്ടോ, ഒരു കാരക്കയുടെ ചീള് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അതിനൊക്കെ കൂലിയുണ്ട്. നമുക്കറിയാവുന്ന സ്ഥലത്തും കൂടി പറയാം. ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറയാം, നബിയെ എനിക്കിന്ന് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. അപ്പം നബി ചോദിച്ചു, അല്ല ആയിഷ എന്ത് അനുഭവം ഉണ്ടായത്? നബിയെ, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ഒരു സ്ത്രീ വന്നിരുന്നു, ഇവിടെ 2 തോളത്തും കുട്ടികളുണ്ട്, അവൾ ഭക്ഷണം ആവശ്യപ്പെട്ടു. ഞാൻ വീട് മുഴുവൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ആകെയുള്ളത് 3 ഈത്തപ്പഴമാണ്. ആ 3 ഈത്തപ്പഴവും അവർക്ക് കൊടുത്തു. ആ ഈത്തപ്പഴങ്ങളിൽ ഓരോന്ന് വിധം കുട്ടികൾക്ക് അയാൾ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. അവൾ ഷെയർ ചെയ്തു. 3-ാമത്തെ ഈത്തപ്പഴം ആ സ്ത്രീ തിന്നാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ചെറിയ പെൺകുട്ടികൾ ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഉമ്മ 3-ാമത്തെ ഈത്തപ്പഴം 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മക്കൾക്ക് എന്ത് ചെയ്യാണ്, വിതരണം ചെയ്യാണ്. അപ്പം നബി പറയാണ്, ഈ കാരണത്താൽ ആ സ്ത്രീക്ക് അല്ലാഹു നരകം നിഷിദ്ധമാക്കുകയും സ്വർഗം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരാൾ തന്ന ഫുഡ് സ്വന്തം മക്കൾക്കൊന്ന് കൊടുക്കുന്നതിന് പോലും അല്ലാഹു എന്ത് ചെയ്യും, പ്രതിഫലം നൽകും. ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വലിയ മുൻഗണന ഉണ്ട്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നതിന് അല്ലാഹു പ്രതിഫലം നൽകും. മാതാപിതാക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിന് പ്രതിഫലം നൽകും. അതുപോലെ സാധുക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, പരിഗണിക്കണം. അല്ലാഹു പറഞ്ഞല്ലോ, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം മിസ്കീനിനും യതീമിനും അസീറിനും അവർ ആഹാരം നൽകുന്നവരായിരിക്കും. മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധുക്കളാണ്, യതീം എന്ന് പറഞ്ഞാൽ അനാഥകളാണ്, അസീർ എന്ന് പറഞ്ഞാൽ തടവുകാരാണ്. ഈ തടവുകാർ അവർ മുസ്ലിങ്ങളാവില്ല. ആരായിരിക്കും? അമുസ്ലിങ്ങളായിരിക്കും. അസീർ എന്ന് പറഞ്ഞാൽ അവർ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലേണ്ട ആൾക്കാരാണ് അവർ. പക്ഷെ അവരെ കൊല്ലാതെ അവർക്കൊരു ഇളവെന്നോണം അവരെ തടവുകാരാക്കി വെച്ചു. അങ്ങനെയുള്ള സാധുക്കളായ അടിമകളായ ആളുകൾക്ക് പോലും എന്ത് ചെയ്യും, അവർ ഭക്ഷണം നൽകി. അങ്ങനെ ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം, അഥവാ അവർ കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇവർക്കൊക്കെ എന്ത് ചെയ്യും, വിശ്വാസികളെ ഭക്ഷണം നൽകുമെന്നാണ്. അത് സ്വർഗക്കാരുടെ ഗുണമായിട്ട് അല്ലാഹു തആല
സൂറത്തു അൽ ഇൻസാനിൻ്റെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. ശേഷം അല്ലാഹ് പറയാണ്, അവർ പറയും ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല. അതാണ് അങ്ങനെ നൽകേണ്ടത്. ഇതിപ്പോൾ അവരുടെ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളെ കല്യാണത്തിന് അവരെന്ത് ചെയ്യണ്ട, വിളിക്കേണ്ട തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നോമ്പറുണ്ടായിട്ട് നമ്മളെ വിളിച്ചില്ല, അപ്പോൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ അവരെന്ത് ചെയ്യേണ്ട, നോമ്പറക്കാൻ വിളിക്കണ്ട എന്നല്ല. അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്കൊരു മിഠായി പോലും കൊണ്ടുവരാതെ വന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണ്ട, ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. അവർ കഴിഞ്ഞ റമളാനിൽ ഞാൻ കിറ്റ് കൊടുത്തിട്ട് ഈ റമളാനായിട്ട് അവർ എന്നെ മെയിൻറ്റെയിൻ ചെയ്യണില്ല അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇനി കിറ്റ് കൊടുക്കണ്ട. അങ്ങനെയല്ല, വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നൽകാൻ തയ്യാറാവണം. ഇപ്പം നമുക്കറിയാം, മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിച്ച മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനി മുതൽ ഞാനൊന്നും നൽകുകയില്ല എന്ന് ശപഥം ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു ശപഥം ചെയ്തു. അല്ലാഹ് ആയത്തിറക്കി, നിങ്ങളിൽ മാന്യതയും ശ്രേഷ്ഠതയുള്ള ആൾക്കാരെന്ത് ചെയ്യരുത്, പാവപ്പെട്ടവർക്കോ മുഹാജിറുകൾക്കോ മറ്റോ ഒന്നും നൽകുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. നിങ്ങൾ മാപ്പ് നൽകണം, വിട്ടുവീഴ്ച കാണിക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പ് നൽകാനും പുറത്തു തരാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ആയത്തിറങ്ങി. അത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയണത്, അതെ അള്ളാഹു എനിക്ക് പുറത്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെന്ത് ചെയ്യാണ്, വീണ്ടും ആ നൽകുന്ന സ്വതക്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നൽകിയാൽ, ഭക്ഷണം നൽകിയാൽ ഇൻഷാ അല്ലാഹ് അതിന് വലിയ പ്രതിഫലമാണുള്ളത്. അപ്പം നമുക്കറിയാലോ, അല്ലാഹ് പറയാ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രതിഫല ദിവസത്തെ നിഷേധിച്ചവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റിയവനാണവൻ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ അവർ പ്രോത്സാഹിപ്പിച്ചതുമില്ല. ഒന്നിക്കെ നമ്മൾ ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പാവപ്പെട്ട ആളുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുക എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുക. ചില ആൾക്കാർ ഭക്ഷണം നൽകൂല എന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കൂല എന്ന് മാത്രമല്ല, ആരെങ്കിലും കൊടുക്കാതെ നിന്ന് എന്ത് ചെയ്യും, കൊടുക്കും. അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ ഭക്ഷണം വിതരണം ചെയ്യാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യാണ്, തടഞ്ഞു വെക്കുകയാണ്. അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ നോമ്പ് തുറപ്പിച്ചാൽ അല്ലേ, ആ നോമ്പ് തുറക്കുന്ന ആൾ, അഥവാ നമ്മൾ ആരെയാണ് നോമ്പ് തുറപ്പിക്കുന്നത്, അയാൾക്ക് നോമ്പിൻ്റെ കൂലി കിട്ടുന്നത് പോലെ തന്നെ ആർക്കും കിട്ടും, നോമ്പ് ഉറപ്പിച്ച ആൾക്കും കിട്ടും. വിശുദ്ധ സ്റ്റുഡൻസിൻ്റെ കീഴിൽ ഒരു പദ്ധതി ഉണ്ട്, 30 രൂപ കൊടുത്താൽ മതി. എത്ര? 30 രൂപ എടുത്താൽ ഒരു യാത്രക്കാരൻ എന്ത് ചെയ്യുക, നോമ്പ് ഉറപ്പിക്കുക. നമ്മളാ കൊടുത്തെന്ന് ആരും അറിയില്ല അല്ലേ. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ബസ്സിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റുഡൻസ് കൊണ്ടുപോയി കൊടുത്തോളൂ, അവിടെയുള്ള പൈസ കൊടുത്താൽ മതി. 30 ഉറുപ്പിക കൊടുത്ത് എന്ത് ചെയ്യുക, അപ്പോൾ എത്ര ആൾക്കാർ നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൈസക്കാർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരു ഈത്തപ്പഴം വാങ്ങിക്കൊടുത്താൽ നോമ്പ് ഉറപ്പിച്ച കൂലി കിട്ടും. ഒരു ബോക്സ് ഈത്തപ്പഴം പള്ളിയിലേക്കോ മറ്റോ വാങ്ങിക്കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിഹിതം നമുക്ക് എന്ത് ചെയ്യും, ഒരു കാരക്കച്ചികൾ കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നരകത്തെ കാക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. നാളെ പരലോകത്ത് വെച്ച് സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ നരകക്കാർ പറയും, ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലൻ നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ചിന്ത തന്നെയല്ല. 3000 ഉറുപ്പ്യക്കും 1500 ഉറുപ്പ്യക്കൊക്കെ പോയിട്ട് ഹോട്ടലുകളിൽ പോയി നോമ്പറക്ക ചെയ്യുക. 1500 ഉറുപ്പ്യക്ക് എല്ലാം എടുക്കുക അല്ലേ, നോമ്പറക്കാൻ വേണ്ടിയിട്ട് എടുക്കുക പോണ്, വലിയ വലിയ ഹോട്ടലുകളിൽ പോവാണ്. എന്നാൽ അതിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് പാവപ്പെട്ടവർക്കൊന്ന് കൊടുക്കുക, അതില്ല. സ്വന്തം വീട്ടിലേക്ക് പോലും പലപ്പോഴും ഇന്നത്തെ യുവാക്കൾ നോമ്പുറക്കാനുള്ള വിഹിതമൊന്നും എന്ത് ചെയ്യണില്ല, കൊടുക്കുന്നില്ല. എന്നിട്ടുള്ള പൈസക്ക് മുഴുവനും റമദാൻ്റെ പകലുകളിൽ ഏതായാലും ഒന്നും കഴിക്കാൻ കഴിയില്ല, എന്നിട്ട് രാത്രി
അത്തായം വരെ സുബൈ ബാങ്ക് വരെ ഇങ്ങനെ നടന്ന് തിന്നുക. ഫുൾ ജാർ സോഡയും കുലുക്കി സർവത്തും പാനിപൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഉപ്പിലിട്ട മാങ്ങി തന്നെ പണി. എന്നാൽ ഇതിൽ നിന്നൊക്കെ പാവപ്പെട്ടവർക്ക് ഒരു വിഹിതം മാറ്റിവെക്കുന്നുണ്ടോ? അതില്ല. ഇതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. സ്വർഗത്തിലെ തന്നെ ഉന്നതമായ ദർജ ലഭിക്കാൻ കാരണമാകുന്ന വിഷയമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയൽ വ്യാപിപ്പിക്കണം. വഅത്ഇമുത് ത്വആം, ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിങ്ങൾ നമസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവ്വം സ്വർഗത്തിൽ പ്രവേശിക്കാം. സുനൻ ഇബ്നു മാജയിലെ 3251 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ടാമതായി പറഞ്ഞത് അത്ഇമുത് ത്വആം, നിങ്ങൾ ഭക്ഷണം നൽകണം. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും, അവർക്ക് നമ്മൾ പൈസ കൊടുത്താൽ അവർ ദുരുപയോഗം ചെയ്യുമെന്ന് മുതൽ തോന്നും. ചില ആൾക്കാർ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കള്ളുടിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നൊക്കെ കൊണ്ട് വരും. പക്ഷെ പൈസ കൊടുത്താൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ദൂർത്തടിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നമ്മൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ന കടയിൽ പോയിട്ട് അരി വാങ്ങിക്കോ, എൻ്റെ പേര് പറഞ്ഞാൽ മതി, എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ എന്ത് ചെയ്തു? ആ പണം ദുരുപയോഗം ചെയ്യില്ല, നല്ല നിലക്ക് എന്ത് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അയാൾ എന്തിനാ ചിലവഴിച്ചെന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട? ഇപ്പം നമ്മളൊരു പള്ളിക്ക് സ്ഥലം കൊടുത്തു, നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊടുത്താൽ പള്ളി ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാണോ? അല്ല. നമ്മളൊരാൾക്ക് കുറച്ച് പണം കൊടുത്തു, ആ പണം കൊണ്ട് അയാൾ പല മോശമായ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കുറ്റക്കാരല്ല. നമ്മൾ കൊടുത്തതിന് ശേഷമാണ് അറിയണത് എന്ത്, അയാൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ചരിത്രത്തിൽ കാണും, ഒരിക്കലും മനുഷ്യന് കുറച്ച് പൈസ കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞു, ഞാൻ അത് സ്വതക്ക ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു രാത്രിയിൽ അയാൾ നേരെ ആ സ്വതക്ക നൽകിയത് ഒരു കള്ളൻ്റെ കൈക്കലാണ്. അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, കള്ളൻക്കാണ് സ്വതക്ക നൽകുന്നത്, ഇയാളെന്ത് മനുഷ്യനാണ്. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം അയാൾ കൊടുത്തപ്പോൾ ഒരു വ്യഭിചാരിണിക്കാണ് കൊടുത്തത്. അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ വ്യഭിചാരിണിക്കാണോ കൊടുക്കണമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ആൾ കൊടുത്തപ്പോൾ ഒരു പണക്കാരന് കൊടുത്തു. അപ്പോഴും അയാൾ എന്ത് ചെയ്ത്, ആൾക്കാർ ഇയാൾക്ക് സ്വതക്ക ചെയ്യാൻ അറിയില്ല എന്ന രൂപത്തിൽ കളിയാക്കാൻ തുടങ്ങി. പിന്നീട് എന്താ സംഭവിച്ചോ അറിയോ? ഇയാൾ ആ പണം കൊടുത്തതിൻ്റെ കാരണത്താൽ ആ കള്ളം മോഷണം നിർത്തി. പൈസ ഇല്ലാത്തവരാണല്ലോ മോഷ്ടിക്കണത്. ഈ വ്യഭിചാരിണി വ്യഭിചാരം നിർത്തി. ഈ പണക്കാരൻ ചിന്തിക്കുകയാണ്, ഈ പാവപ്പെട്ട മനുഷ്യൻ പോലും ഇങ്ങനെ സ്വതക്കുകയുണ്ടെങ്കിൽ ഞാനെങ്ങനെ നോക്കി നിൽക്കും. അയാളെന്ത് ചെയ്തു? അപ്പോൾ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നല്ല രംഗത്ത് കൊടുക്കുക. ഇനി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ അപ്പോൾ ഞാൻ കൊടുത്തത് ഉപകാരപ്പെട്ടുണ്ടാവും, അയാൾ വാങ്ങിയിട്ടുണ്ടോ, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഉള്ള ഭക്ഷണം എന്ത് ചെയ്യുക, ഒരു വിഹിതം അയൽവാസിക്കും മറ്റും കൊടുക്കുക എന്നുള്ളത്. അത് ഭക്ഷണം നൽകുമ്പോഴാണെങ്കിലും ഭക്ഷണം കിട്ടുകയാണെങ്കിലും നബി പറഞ്ഞെന്താ അറിയോ, ഒരാടിൻ്റെ കുളമ്പാണെങ്കിൽ പോലും നിസ്സാരാക്കരുത്. ഇപ്പോൾ ചില അയൽവാസി എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റായിരിക്കും നമുക്ക് തരിക, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പലഹാരമായിരിക്കും തരിക. അപ്പോൾ ചില ആൾക്കാർ ഇതിട്ടിപ്പോൾ എന്താക്കാനാ, അതെങ്കിലും ഒരു തന്നില്ലേ, നമ്മുടെ അടുത്ത് കുറച്ചേ ഉള്ളൂ, കുറച്ച് ഇറച്ചിയേ ഉള്ളൂ, കൊടുക്കാക്കണ്ട, കൊടുത്തോളൂ. ഒരാടിൻ്റെ കുളമ്പാണെങ്കിലും എന്ത് ചെയ്യണ്ട, നിസ്സാരാക്കേണ്ടതില്ല എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെറിയ സമ്മാനം കിട്ടിയാലും എന്ത് കിട്ടിയാലും നബി എന്തായിരുന്നു, സന്തോഷത്തോടു കൂടി. നമ്മളെ മക്കളെങ്ങനല്ലേ, ചെറിയ മക്കളെങ്ങനല്ലേ, ഇങ്ങനെ ഒരു രൂപൻ്റെ കോൽമുട്ടായി വാങ്ങി കൊടുത്താലും അവർക്കെന്താണ്, നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുക. എത്ര കുറച്ചാണെങ്കിലും അതിൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം നൽകുമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വേറെ ഹദീസിൽ കാണാം,
ഇന്ന ഫിൽ ജന്നതി ഉറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ. ആ റൂം, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളും, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറംഭാഗവും കാണും. സ്ഫടിക സമാനമായ ചില അറകൾ സ്വർഗത്തിലുണ്ട്. ഫഖാമ അറാബിയുൻ ഫഖാല, അപ്പോൾ അറാബി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലേ ആർക്കാണത് ലഭിക്കുന്നത്? നബി പറഞ്ഞു, ഖാല ലിമൻ അതാബൽ കലാമ, വാക്ക് നന്നാക്കിയവർക്ക്, വ അത്അമ ത്വആമ, ഭക്ഷണം നൽകുന്നവർക്ക്, വ അദാമ സിയാമ, നോമ്പ് പതിവാക്കുന്നവർക്ക്. റമളാനിലെ നോമ്പല്ല കേട്ടോ ഇത് പറഞ്ഞ്, സുന്നത്തായ നോമ്പിനെ പറ്റിയാണ്. വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിസ്കരിക്കുകയും ചെയ്തവർക്ക് എന്നാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വിശപ്പടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം എത്തിക്കുക. ഇനി പാവപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭക്ഷണം നൽകിയാൽ എന്തെങ്കിലുമുണ്ട്, പ്രതിഫലമുണ്ട്. അതിഥി വരുമ്പോൾ പ്രത്യേകിച്ച്, ഇപ്പം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നു. ഒരു പരിചയമില്ല അതിഥികളെ. അദ്ദേഹം അവിടെ ഇരിക്കാൻ പറഞ്ഞവരോട്, എന്നിട്ട് നല്ല തടിച്ച ഒരു കാളക്കുട്ടിയെ അറുത്ത് വേവിച്ച് അത് മുമ്പിലാണ്ട് കൊണ്ടു കൊടുത്തു. അവർ തിന്നാതിരുന്നപ്പോൾ അലാ തഅ്കുലൂ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിന്നാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ മലക്കുകളാണ് എന്ന്. എന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, നബിമാർക്ക് എന്തറിയില്ല, അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ മറ്റേ ഇബ്രാഹിം നബി നാടകം കളിച്ച് മതിയാവൂലേ അല്ലേ? അള്ളാഹ് അറിയിച്ചു കൊടുക്കാൻ എന്താ അറിയില്ല, മലക്കുകൾക്ക് വൈബ് അറിയില്ല. വൈബാരൊക്കെ എന്താ പറയുക, ഇബ്രാഹിമേ നിങ്ങളിപ്പോൾ ഇതിന് പോവല്ലേ, അറക്കാൻ പോവല്ലേ, അറക്കണ്ട, ഞങ്ങൾ മലക്കളാന്ന് പറയായിരുന്നു. അപ്പോൾ അവർക്ക് ആർക്കും വൈബ് അറിയില്ല എന്നുള്ളൊരു പാഠം അതിലുണ്ട്. അതിൽ ഏറ്റവും വലിയ മറ്റൊരു പാഠം എന്താണ്, അതിഥി വന്നു കഴിഞ്ഞാൽ പരിചയം പോലും ഇല്ലാത്ത അതിഥിയാണ് അല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അതിഥി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ പാടില്ല. ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ മാന്യന്മാരാരെങ്കിലും പറയുമോ ഭക്ഷണം വേണമെന്ന് അറിയോ? ചിലർ കഴിക്കും, ഭക്ഷണം വേണ്ടല്ലോ അങ്ങനെ കഴിക്കും അല്ലേ? പാടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോവാ എന്ന് പോലും പറയരുതെന്നാ ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അതിഥി വീട്ടിൽ വന്നാൽ ഭക്ഷണമുണ്ടാക്കുക, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ അവർ കഴിക്കും, ഇല്ലെങ്കിൽ അവർ എന്താ കഴിക്കാതിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് ഇതൊക്കെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ എപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണെങ്കിലും എന്ത് ചെയ്യുന്ന അറിയോ, അദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കും, ആരെങ്കിലും കിട്ടുമോയെന്ന് അന്വേഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കിട്ടിയാൽ അവരെ കൂട്ടിയിട്ട് കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. നബി പറയേണ്ട ഒരു ഹദീസിൽ, 2 ആളെ ഭക്ഷണം 3 ആൾക്ക് ഉപയോഗിക്കാം, 3 ആളെ ഭക്ഷണം 4 ആൾക്ക് ഉപയോഗിക്കാം. ഒരുമിച്ച് തിന്നുമ്പോൾ എന്തുണ്ടാവും, ഒരു ബർക്കത്തുണ്ടാവും. ഒരുമിച്ച് തിന്നുമ്പോൾ എന്തുണ്ടാവും, ഒരുമിച്ചിരുന്ന് നല്ല നിലയ്ക്ക് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഒരുമിച്ചിരുന്നൊരു കട്ടൻ ചായ മിച്ചറും നിന്നാൽ തന്നെ നമുക്ക് എന്താണ്, മനസ്സും വയറും ചെയ്യും. എന്നാൽ ഇന്ന് അങ്ങനെ ഒരുമിച്ച് തിന്നുന്ന സിസ്റ്റം തന്നെ പോയി. ഇന്ന് ഒരാൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഫുൾ കോഴിയൊക്കെ വേണ്ടി വരും. പണ്ടൊക്കെ ഒരു കോഴി വന്നാൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും, റാഹത്തായിട്ട് കഴിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുക. ഉള്ളത് പരമാവധി നമ്മൾ പങ്കുവെക്കുക. കൂടുതൽ തിന്നാൽ മാത്രം ആരോഗ്യം ഉണ്ടാവും നമ്മൾ ചിന്തിക്കരുത്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തിന് അത് ബാധിക്കും. കൂടുതൽ ഉറങ്ങേണ്ടി വരും, കൂടുതൽ ക്ഷീണം വരും, കൃത്യമായി തറാവീഹ് പോലും നിസ്കരിക്കാൻ കഴിയില്ല. ഭക്ഷണം ചെയ്യുക, നമ്മൾ കുറച്ച് ശീലിക്കേണ്ട മാസമാണിത്. ഇപ്പം നമ്മൾ ലൊഹറു അസറൊന്നും നിസ്കരിക്കാൻ ഭക്ഷണമില്ല, മഗ്‌രിബ് വലിയ ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷേ നോമ്പറ കണ്ട് ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഇശാനും തറാവീക്കും ഒക്കെ എന്ത് ചെയ്യും, ഉറക്കം തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. എന്താ കാരണം, അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
നമ്മുടെ ശരീരത്തിന് കേടാണ്, നമ്മുടെ ഇബാദത്തിന് അത് തടസ്സമാണ് അല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, റാഹത്തുൽ ജിസ്മി ഖില്ലത്തു ത്വആം, കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ശരീരത്തിന് എന്തുണ്ടാക്കൽ, റാഹത്ത് ഉണ്ടാക്കൽ എന്നാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ദിവസങ്ങളോളം ജീവിക്കാനുള്ള ആരോഗ്യം അല്ലാഹ് നൽകിയിട്ടുണ്ട് എന്ന് കരുതി തീരെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണം എന്നല്ല പറഞ്ഞത്. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നണം, കുടിക്കണം, ആരോഗ്യം പരിഗണിക്കണം, പക്ഷേ അമിതമായിട്ട് എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം സാധുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, പാവപ്പെട്ടവർക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുക. ഈ റമളാനിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. എവിടെയൊക്കെ നോമ്പർപ്പിക്കുക അവസരമുണ്ടോ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി പൈസ കൊടുക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുക. അങ്ങനെ പാവപ്പെട്ടവരെ, ദുർബലരെ നമ്മൾ സഹായിക്കുക. എങ്കിൽ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, നമ്മൾ അടിമകളെ സഹായിക്കുമ്പോൾ അല്ലാഹ് നമ്മളെന്ത് ചെയ്യും, സഹായിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് എന്ത് ചെയ്യും. ഒരു ദാഹിച്ച അവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്താക്ക് വരെ മഗ്ഫിറത്തുണ്ടെന്ന് നബി പഠിപ്പിച്ചത് അല്ലേ? അപ്പോൾ മനുഷ്യന്മാർക്ക് കൊടുത്താലോ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു പൂച്ചയെ ഒരു പെണ്ണ് കെട്ടിയിട്ടു, എന്താ കാരണം? ഒന്ന്, ആ പൂച്ചക്ക് അവൾ ഭക്ഷണം നൽകിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? സ്വന്തമായി പൂച്ച പ്രാണികളെയും മറ്റും തിന്ന് ജീവിക്കാൻ അതിനവളെന്ത് ചെയ്തില്ല, അനുവദിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ സ്വീകരിക്കുമാറാവട്ടെ. ഉന്മേഷത്തോടുകൂടി, ആവേശത്തോടുകൂടി, ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിക്കുവാനും നമസ്കരിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.